എൻ്റെ പേര് അജേഷ് ആണ്. അതായത് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ താമസിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ 3 നോട്ടീസ് വന്നു. ഒന്ന് 2020 ഒരു നോട്ടീസ്, വേറൊരെണ്ണം ഒരു സ്വതന്ത്രൻ ഒരു നോട്ടീസ്, പിന്നെ വേറെ 2 ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളുടെ നോട്ടീസ് വന്നു. പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് UDFൻ്റെയോ LDFൻ്റെയോ ഇത് വന്നിട്ടില്ല, നോട്ടീസ് വന്നിട്ടില്ല. അവർ 2 പേരും കൂടി ചേർന്ന് സ്വതന്ത്രൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാനൊരു സാധാരണ പറഞ്ഞു, ഞാനൊരു 2020 പ്രവർത്തകനല്ല, 2020 ഒരു കാർഡ് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ രാഷ്ട്രീയം അറിയാം, എന്താണെന്നറിയാം, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം, അവർ എന്താണോ പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നറിയാം. ഈ കിഴക്കമ്പലം പഞ്ചായത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരസ്പരം കീരിയും പാമ്പും പോലെ കടിച്ചു കീറാൻ നിൽക്കുകയും, ഈ കിഴക്കമ്പലം പഞ്ചായത്ത് വരുമ്പോൾ ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് ഒരാളെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അവരുടെ നയം. എനിക്കത് മനസ്സിലാകുന്നില്ല എന്താണ്. എൻ്റെ ഒരു ചോദ്യം, അവരെല്ലാവരും പറയുന്നത് കോർപ്പറേറ്റ് മുതലാളി മത്സരിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളി എന്നാണ്. കാരശ്ശേരി മാഷിനും മത്സരിക്കാൻ ഈ ഭരണഘടനാ പ്രകാരം അവകാശമുണ്ട്, എനിക്കും അവകാശമുണ്ട്, യൂസഫ് അലിക്കും അവകാശമുണ്ട്, അംബാനിക്ക് അവകാശമുണ്ട്, ഈ സാബു ജേക്കബിന് അവകാശമുണ്ട്. സാബു ജേക്കബ് അത് വിനിയോഗിക്കുന്നു. പുള്ളി മത്സരിക്കുന്നില്ല, പുള്ളി ഒരു പാർട്ടി ഉണ്ടാക്കി, പുള്ളിക്ക് അതിന് അവകാശമില്ലേ? പുള്ളി കോർപ്പറേറ്റ് രീതിയിലാണോ അവിടെ ഈ കാര്യങ്ങൾ നടത്തുന്നത്, അതോ പ്രൊഫഷണൽ രീതിയിലാണോ? കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കുറച്ച് നീണ്ടുപോണതിന് ക്ഷമിക്കണം, ഞാൻ 2012 വസ്തു അവിടെ മേടിച്ച ഒരാളാണ്. ഞാൻ വാങ്ങിയ ആ റോഡിൽ ഒരു കാറ് വന്നാൽ അപ്പുറത്തൊരു കാറ് പോകാൻ പറ്റില്ല. ആ സ്ഥലത്ത് അത് എന്നും ഞാനും ഭാര്യയും കൂടി തല്ലുകൂടൽ അവിടെ വസ്തു മേടിച്ചതിനായിരുന്നു. പക്ഷെ 2019 ഞാൻ അവിടെ കോവിഡ് സമയത്ത് വന്ന് നോക്കുമ്പോൾ മൊത്തം മാറിയിട്ടുണ്ട്. മനസ്സിലായി? 2015 ടാർ ചെയ്ത അതേ റോഡ് 2025 ഇപ്പോഴും ഓക്കെയാണ്. അവിടെ കൂടി ഈ കോറിയിലുള്ള സാധനങ്ങളുമായിട്ടൊക്കെ വലിയ വലിയ ലോറികൾ പോകും എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അവിടെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എല്ലാ വികസനവും ഉണ്ട്. അപ്പോഴെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, വെയർ ഹൗസുകൾ ധാരാളം. എൻ്റെ ഭാര്യയും ആ ഒരു വെയർ ഹൗസിലാണ്, റിലയൻസിൻ്റെ ഒരു വെയർ ഹൗസിലാണ്. അവിടെ വെയർ ഹൗസ് വരാൻ കാരണം ഈ റോഡ് വീതി കൂട്ടി, റോഡ് BMBC നിലവാരത്തിലായി, ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ഇത് ചെയ്യാൻ പാടില്ലേ? അതോ പരമ്പരാഗതമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യും പോലെ ഇതിങ്ങനെ ചെയ്യണോ? പിന്നെ സാബു ജേക്കബിൻ്റെ ഒരു വാർത്താ സമ്മേളനമാണ് എന്നെ വീണ്ടും ഞെട്ടിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ചില റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോഴും ഈ ഒരു AE വന്ന് വേണം ഇത് ആദ്യം ഇൻസ്പെക്ട് ചെയ്ത്, AE അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വന്ന് വേണം ഇത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് 442 റിട്ടുകൾ അവർ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വികസന പ്രവർത്തനം നടത്താനെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വികസന പ്രവർത്തനം നടത്താൻ, അതായത് ഈ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്, ഈ റോഡ് ടാർ ചെയ്യാനും ഇതേപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. കാരണം ഇത് അവിടെ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരായിരിക്കും. അവർ സമ്മതിക്കില്ല, ഒരു ഫയൽ അവിടെ പോകും. ചുരുക്കി പറയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ രീതിയിൽ ഇങ്ങനെ ഒരാളിന് ഭരണം നടത്താൻ അവകാശമില്ലേ? അഥവാ എന്തെങ്കിലും അയാൾക്കൊരു ഏകാധിപത്യ സ്വഭാവം പിന്നീട് വരണമെങ്കിൽ അങ്ങനെ ജനാധിപത്യപരമായിട്ട് തന്നെ അയാളെ പുറത്താക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രബുദ്ധരല്ലേ? കാര്യം 4 പഞ്ചായത്ത് ഉണ്ടായിരുന്നു, അവർക്ക് ഈ 4 പഞ്ചായത്തിലും കൂടി ഒരു 10,000 പേരെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജനാധിപത്യത്തിന് വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്നാമത്തെ കാര്യം, കോർപ്പറേറ്റ് വൽക്കരണത്തെ കുറ്റം പറയാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും യാതൊരു അവകാശമില്ല. കാരണം അംബാനി, അദാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള കോർപ്പറേറ്റുകളുടെ സേവകന്മാരായിട്ടാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. വലിയ അളവിൽ BJP അങ്ങനെയാണ്, കുറേ കാലം കോൺഗ്രസ് അങ്ങനെയായിരുന്നു, ഇപ്പോൾ CPM അങ്ങനെ. അതിരിക്കട്ടെ, നമുക്ക് കിഴക്കമ്പലം ഞാൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൊരു ബേസിക്കായ അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട്, എന്താണ് രാഷ്ട്രീയം? അത് ഇപ്പോൾ പാർട്ടി ഭേദമില്ലാതെ, സംസ്ഥാന ഭേദമില്ലാതെ
മുന്നണി ഭേദമില്ലാതെ എല്ലാവരും വികസനത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് വളരെ തെറ്റായ ഒരു പാതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വികസനത്തെക്കാൾ പ്രധാനമാണ് സാമൂഹ്യ നീതി, തുല്യത, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലിപ്പോൾ നല്ല റോഡുകളുണ്ട്, വിമാനത്താവളങ്ങൾ ധാരാളമുണ്ട്, വലിയ ഹോട്ടലുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളിലും കോളേജിലൊക്കെ നല്ല കെട്ടിടമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നല്ല കെട്ടിടമാണ്. ഞാനവിടെ 10-40 കൊല്ലം ഉണ്ടായിരുന്ന ഒരാൾ. ഞാൻ ചോദിക്കുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നല്ല ബിൽഡിംഗ് ഉണ്ട്, അവിടെ നല്ല റോഡുണ്ട്, അവിടെ നല്ല ഉപകരണങ്ങളുണ്ട്, നല്ല മിടുക്കന്മാരായ ഡോക്ടർമാരുണ്ട്. ഈ കൂട്ടത്തിൽ അവിടെ ഹർഷിന എന്ന് പേരായിട്ട് ഒരു വീട്ടമ്മ അവരെ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ആ കത്രിക അവരെ വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി. ഇതിന് പരിഹാരം തേടി അവരിപ്പോഴും തെരുവിലാണ്. 3-4 കൊല്ലമായി. ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കാത്ത ഒരു മെഡിക്കൽ കോളേജിൽ എന്ത് സൗകര്യം ഉണ്ടെങ്കിലും അത് എനിക്ക് മതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് പ്രബുദ്ധതയിലും ഇവിടുത്തെ നല്ല ശതമാനം സ്ത്രീപീഡന കേസുകൾ പ്രതികൾ രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് നേതാക്കന്മാർ, ചിലപ്പോൾ കോടതി പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കാണുന്ന ഇവിടുത്തെ പൗരന്മാർ അല്ലെങ്കിൽ പൗരിമാർ എല്ലാവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ യാതൊരു ലജ്ജയില്ല, നിങ്ങൾക്കൊരു ധാർമ്മിക ബോധമില്ല. അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ ഗൂഢാലോചനക്കാരനായ നടനെ പിന്തുണയ്ക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ ധാർമ്മിക ബോധം എന്നൊരു സാധനം ഇല്ലാതെ, നീതിയില്ലാതെ, തുല്യതയില്ലാതെ, സമത്വമില്ലാതെ നമുക്ക് വികസനം ഉണ്ടായിട്ട് കാര്യമില്ലാന്ന് എൻ്റെ വിചാരം. വികസനം എന്ന് പറയുന്നത് മാർഗമാണ്, ലക്ഷ്യമല്ല. വികസനത്തെപ്പറ്റിയാണ് ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നത്, മുസോളിനി പറഞ്ഞുകൊണ്ടിരുന്നത്, സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോദി പറയുന്നത് അതിനെപ്പറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 10 ആൾ കൂടിയാൽ ഒരാളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കാം, അടിച്ചു. അല്ലെങ്കിൽ പശുവിറച്ചി കഴിച്ചു, അല്ലെ പശുവിറച്ചി കൈവശം വെച്ചു, അല്ലെ പശുവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടത്തിന് 1-2 വ്യക്തികളെ തല്ലേ കൊല്ലേ ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ് ഇന്ത്യയിൽ. പിന്നെ ഇന്ത്യയിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത്, അപ്പോൾ കിഴക്കമ്പലത്ത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അവിടുത്തുകാരനാണ്, ഞാൻ മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു അപേക്ഷ കൊടുത്തു, അല്ലെ വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു, അത് പെട്ടെന്ന് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ പരിഹാരം കിട്ടും, അല്ലെങ്കിൽ അവിടെ റോഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കലുങ്ക് ചീത്തിയ, അല്ലെങ്കിൽ ബൾബ് കത്തുന്നില്ല, കറണ്ട് സപ്ലൈ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ പരിഹരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ വരാൻ പാടില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരാം, അതിലൊരു പ്രശ്നമില്ല. പിന്നെ അതിനെ വിമർശിക്കാൻ പാടില്ല, വിമർശിക്കാം. വിമർശിക്കുന്നത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സാബു മാത്യു എന്നാണ്, സാബു ജക്ക്, സാബുവിന് അതിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്നോ അധികാരമില്ലാന്നോ അതിന് അർത്ഥമല്ല. അപ്പോൾ വിമർശനാതീതമല്ല അതൊന്നും. നിങ്ങൾക്ക് CPM-നെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ, കോൺഗ്രസിനെ വിമർശിക്കും പോലെ 2020 വിമർശിക്കാം. അപ്പോൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശം അലഞ്ചിട്ടല്ല. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തെപ്പറ്റി എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് അർത്ഥമുള്ളൂ, അല്ല അദ്ദേഹത്തിന് അവകാശമല്ല എന്നില്ല. ഈ പറയാൻ എനിക്ക് അവകാശമുണ്ട്, അത് ജനാധിപത്യമാണ്. അപ്പോൾ അവിടെ ഉണ്ടായത്, ഇപ്പോൾ അവരൊരിക്കൽ കുറേ അധികം പഞ്ചായത്തുകൾ വന്നപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ വിമർശനമാണ് 2020. മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ കെടുകാര്യസ്ഥത. 2, സ്വജനപക്ഷപാതം. അപ്പോൾ മുസ്ലിം ലീഗുകാർ ഭരിക്കും, മുസ്ലിം ലീഗുകാർക്കേ സൗകര്യമുള്ളൂ, അല്ലെങ്കിൽ CPM ഭരിക്കുമ്പോൾ CPM-നെ സൗകര്യമുള്ളൂ, അല്ലെങ്കിൽ നായർ ഭരിക്കുമ്പോൾ നായർക്കേ സൗകര്യമുള്ളൂ എന്ന തരത്തിലാവാൻ പാടില്ല. സ്വജനപക്ഷം. പിന്നെ ഭയങ്കരമായ കെടുകാര്യസ്ഥത, എല്ലാ തരത്തിലും ലെതാർജി, മടുപ്പ്, ഉദാസീനത, പിന്നെ മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി ഹൂ കേഴ്സ് എന്നുള്ള മാതിരി. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമുണ്ട് അവിടെ. പക്ഷെ ആ പരിഹാരം കൃത്യമായി എൻ്റെ കണക്കിന് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം, അതിനൊരു മാർഗം വേണം, അതിനൊരു പ്രത്യയശാസ്ത്രം വേണം, അതിനൊരു രീതിശാസ്ത്രം വേണം. അപ്പോൾ ഈ വികസനത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിക്കാൻ കഴിയില്ല. ട്രാൻസ്ജെൻഡറിന് അവകാശമുണ്ടെന്ന് പറയാൻ കഴിയില്ല. 377 വകുപ്പ് അനുസരിച്ച് സ്വർഗരതി നിരോധിച്ച് ന്യായീകരിക്കാൻ പറ്റില്ല. ലെസ്ബിയൻ മാരേജിനെ പറ്റിയോ ഗേ മാരേജിനെ പറ്റിയോ നിങ്ങൾക്കൊരു നിലപാടുണ്ടാക്കാൻ പറ്റില്ല. ഈ നിലപാടിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ പൗരാവകാശത്തിൻ്റെ കൂടെയാണോ? ഇപ്പോൾ
ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്നത് എന്നോട് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്ന് ഞാൻ പറയും. ഒരു സ്ത്രീയെ പ്രേമിക്കാമോ? സ്ത്രീയെ കല്യാണം കഴിക്കും. ഇവിടുത്തെ ഒരു മതക്കാർ മറുപടി പറയില്ല. അപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ 2020 ഞാൻ കാണുന്ന പറയുന്നത് വെച്ചാൽ അതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. ശരിയാണോ? അതിന് വേറെ സംഗതിയൊന്നുമില്ല. അപ്പോൾ ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവിടെ ഇപ്പോൾ ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനോ മെമ്പർമാർക്കൊക്കെ അദ്ദേഹം ശമ്പളം കൊടുത്തിരുന്നു, അവരുടെ അലവൻസിന് പുറത്ത്. അപ്പോൾ അത് അവിടുത്തെ CSR ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ അവിടെയുള്ള ചില ആളോട് ചോദിച്ചപ്പോൾ ആ ഭാഗത്ത് ഞാൻ ഒരിക്കലും കാണാൻ വേണ്ടി വന്നിരുന്നു, എന്താണ് ആ പരീക്ഷണം അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ ഇതിൻ്റെ വിമർശനമായിട്ട് വരും. കാരണം ഇവർക്ക് ഈ കെടുകാര്യസ്ഥയുണ്ട്. UDF ആണെങ്കിൽ LDF ആണെങ്കിൽ BJP ആണെങ്കിലൊക്കെ അഴിമതിയുണ്ട്. അപ്പോൾ അവിടെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതിൻ്റെ വിമർശനം നിങ്ങൾക്ക് എടുത്താൽ മതി. അല്ലാതെ അവരെ വിമർശിക്കുന്നതൊക്കെ തെറ്റാണ്, അല്ലെ അവർക്ക് അതിന് അവകാശമല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അല്ല, ഞാൻ വിമർശനത്തിനല്ല ഞാൻ ഇത് പറഞ്ഞത്. അവിടെ ഒരു കോർപ്പറേറ്റ് മുതലാളി ഭരിക്കുന്നു എന്നുള്ളതായിരുന്നു. കോർപ്പറേറ്റ് മുതലാളിയല്ലേ അംബാനി? അതെ, ഇവരുടെ അതായത് ഇവിടുത്തെ അല്ല ആലോചിച്ചു, ഞാനത് ആദ്യം പറഞ്ഞത് ഇവിടുത്തെ ഈ കോർപ്പറേറ്റുകളുടെ ചങ്ങാത്തം എന്നുള്ളതാണല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഇപ്പോൾ പെട്രോളിന് വില കയറുന്നു, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയാണ് അത് അവർ കൂട്ടുന്ന ആര്? മുതലാളിമാർ. ആരാ ഈ നാട് ഭരിക്കുന്നത്? അംബാനി. ഇപ്പോഴൊന്നും അല്ല, അംബാനി, അദാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള കോർപ്പറേറ്റുകൾക്ക് ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഒന്നും വേണ്ട. അപ്പോഴത്തെ ഒരു സാധാരണ വയനാട്ടിലൊരു കൃഷിക്കാരൻ്റെ ലോൺ എഴുതിത്തള്ളാഞ്ഞപ്പോൾ അദ്ദേഹം തൂങ്ങി മരിക്കും. അങ്ങനെ 2500ഓളം തൊഴിലാളികൾ, കർഷകർ തൂങ്ങി മരിച്ച ജില്ലയുടെ പേരാണ് വയനാട്. ഇവരുടെ ലക്ഷക്കണക്കിന് കോടികൾ എഴുതിത്തള്ളും. ഭരിക്കുന്ന അവരാണ്. കോർപ്പറേറ്റിൻ്റെ കച്ചവടമൊന്നും UDF, LDF, BJP ഒന്നും പറയണ്ട. അവരൊക്കെ ഇവരുടെ ആളുകളാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്കൊരു പരിചയമുള്ള ആളാണ് MA യൂസഫ് അലി. ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കാൻ പറയില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ MA യൂസഫ് അലിയുടെ ഒരു താല്പര്യത്തിന് എതിര് നിൽക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഈ പറയുന്ന BJP ഉണ്ടാവുമോ? മുസ്ലിം ലീഗ് ഉണ്ടാവുമോ? കോൺഗ്രസ് ഉണ്ടാവുമോ? CPM ഉണ്ടാവും? ഉണ്ടാവില്ല. അതാണ് അത്രയേ ഉള്ളത്. അപ്പോൾ അവിടെ അതൊരു പരീക്ഷണമാണ്. ഇപ്പോൾ അപ്പോൾ അദ്ദേഹം 14 നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികൾ നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചു. സാബുവിന് അതിനെപ്പറ്റി വലിയ തെറ്റിദ്ധാരണ വന്നു. അതൊരു വിമർശനം എന്നുള്ള നിലയ്ക്ക്, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഓക്കെയാണ്. അതൊരു, ഞാൻ പറഞ്ഞ ആവർത്തിക്കുകയാണ്, അത് മുഖ്യധാരാ വിമർശനത്തിൻ്റെ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയുള്ള കൊള്ളരുതായ്മയ്ക്കുള്ള ഒരു വിമർശനമാണത്. കിഴക്കമ്പലത്തേക്ക് നോക്കും, പണ്ട് പറഞ്ഞത് ബംഗാളിലേക്ക് നോക്കും. ഇപ്പോൾ പറഞ്ഞ ആവശ്യമില്ല, കാരണം മുഖത്ത് തന്നെ ഉണ്ട് ബംഗാൾ. ബംഗാളിലേക്ക് നോക്കും, അത്രയേ ഉള്ളത്. അതൊരു പരീക്ഷണം ജനാധിപത്യത്തിൽ. ഓക്കെ, ചലേക അങ്ങനെ പോവത്, അത്രയേ ഉള്ളത്.